അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് ആണ് ഇന്നത്തെ സബ്ജക്റ്റ്. അതേ ബിഗ് ബോസിൽ നമ്മുടെ ലക്ഷ്മി മോഹൻലാലും ആദില നൂറയും തമ്മിലുള്ള വിഷയത്തെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. മോഹൻലാൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ അവരെ കയറ്റും. തീർച്ചയായിട്ടും മോഹൻലാൽ അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. മോഹൻലാലിൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞു. പക്ഷേ മോഹൻലാൽ പറഞ്ഞു എല്ലാവരും അവരെ അക്സെപ്റ്റ് ചെയ്യും. അതിന് നമുക്ക് വിയോജിപ്പുണ്ട്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ അഭിപ്രായമാണ്. ഈ ലെസ്ബിയൻ കപ്പിളിനെ കുറിച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. എൻ്റെ അഭിപ്രായമാണ് എല്ലാവരുടെയും അഭിപ്രായം, എൻ്റെ ചിന്തയാണ് എല്ലാവരുടെയും ചിന്ത. ആ ഒരു ചിന്തയാണ് നമ്മൾ എതിർക്കുന്നത്. തീർച്ചയായിട്ടും മോഹൻലാലിന് അങ്ങനെ പറയാൻ യാതൊരു അധികാരമില്ല. കാരണം അവരുടെ ആ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോ എല്ലാവർക്കും അവരുടെ അഭിപ്രായം തുറന്നു പറയാനും അവരുടെ കാഴ്ചപ്പാടുകളും അവരുടെ നിലപാടുകളും പറയാനുള്ളൊരു വേദിയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന മലയാളത്തിൻ്റെ റിയാലിറ്റി ഷോ. അവിടെ ലക്ഷ്മി എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിന് അവരുടെ അഭിപ്രായം പറയാൻ ആഗ്രഹമുണ്ട്. അവരുടെ അഭിപ്രായം അതേപോലെ അഭിപ്രായമുള്ള ഒരുപാട് പേര് കേരളത്തിലുണ്ട്. അനുകൂലിക്കുന്ന ആൾക്കാരുണ്ട്, എതിർക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള ഒരു റിയാലിറ്റി ഷോ ആണ്. എല്ലാവരുടെയും വ്യക്തിത്വം അളക്കുന്ന, എല്ലാവരുടെയും നിലപാടുകൾ അളക്കുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ. ആ റിയാലിറ്റി ഷോയിൽ നമ്മുടെ ലക്ഷ്മി പറഞ്ഞ അഭിപ്രായത്തെ അനുകൂലിക്കുന്ന ഒരുപാട് പേരുണ്ട്, എതിർക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ മോഹൻലാൽ അപ്പോൾ പറഞ്ഞ് അവരെ മാത്രം ടാർഗറ്റ്, നിങ്ങൾ ഏത് സമൂഹത്തിലാണ് ജീവിക്കുന്നത്, അങ്ങനെ പറഞ്ഞിട്ട് അവരെ ഒറ്റപ്പെടുത്തിയത് ശരിയല്ല. ഇപ്പോഴും പല രാജ്യങ്ങളിലും അതിനെതിർക്കുന്ന ആൾക്കാരുണ്ട്, അനുകൂലിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് അകറ്റി നിർത്തുന്നത് പോലെ എനിക്ക് തോന്നി. എല്ലാ കാര്യത്തിലും നമ്മൾ ഇതൊരു എല്ലാ ആൾക്കാരുടെ പൊതുവായിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നതാകുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളെ മാനിക്കണം, ഓരോരുത്തരുടെ ചിന്താഗതിയെ മാനിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു ഷോയിൽ പ്രതീക്ഷിക്കുന്നത്. അതായത് ഒരാൾ അടച്ചാക്ഷേപിക്കുന്നത്, ഒരു കാര്യം എല്ലാവരും ഇതേപോലെ ആവണം, എല്ലാവരും ഈ ചിന്തയിലൂടെ പോകണം എന്ന് പറയാനുള്ള ഒരു അധികാരം ആർക്കും ഇല്ല. അപ്പോൾ ഇതെൻ്റെ ഒരു അഭിപ്രായമാണ്. എൻ്റെ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് പോയി നോക്കുക. ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. നല്ലൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്.